നമ്മളിപ്പോൾ 7 ദിവസം ഒരു കഠിനവ്രതമായിട്ടാണ് കുട്ടികളെ ഏൽപ്പിക്കുക. ഞങ്ങൾക്ക് 7 ദിവസത്തിനിടയിൽ വന്നാൽ പോലും എത്രയും ദൂരെ നിന്നാണ് ഞങ്ങളെ കുട്ടിയെ കാണിക്കാറ്. പിന്നെ ഇന്നലെ തുടങ്ങിയ ഇത് അവിടെ നിന്ന് ഞങ്ങൾ ഇത് കുട്ടി ഇറക്കിയിട്ട് ഇന്നലെ ഒരു 9 മണിക്ക് ഇറക്കിയ കുട്ടിയാണ്. ഈ സമയം ഇത്രയുമായി ഈ പച്ച മാംസത്തിൽ കുത്തി വെച്ച കുട്ടി ഇത്രയും നേരം നിൽക്കുക. ഇവിടെ ഒരു 90% കുട്ടികൾ സുഖമില്ലാതായി. അവരെ വിളിച്ച് പറഞ്ഞിട്ട് ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള 100% ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ 581 കുട്ടികളുണ്ട്. അതിൽ അവർ ഏതോ ഒരു സെക്ഷൽ കാറ്റഗറി കുട്ടികൾ അവർ വേറെ അക്കോമഡേഷൻ മാറ്റി. ഞങ്ങളെ മീറ്റിംഗിന് വിളിച്ചവൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും 4 നില ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്, അവിടെയാണ് അക്കോമഡേഷൻ എന്നാ പറഞ്ഞത്. ഈ വർഷം 12,500 രൂപയാണ് അവർ വാങ്ങിയത്. അന്ധവിശ്വാസം എന്നല്ലാതെ എന്താ പറയണ്ട്. ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാലയിടുന്നത് മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുടെ ശരീരത്തിലൂടെ നൂല് പച്ചക്ക് സൂചി കൊണ്ട് കുത്തിക്കയറ്റുന്ന ആചാരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇത് നോർത്ത് ഇന്ത്യയിലല്ല കേരളത്തിൽ നടക്കുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. 12,500 രൂപയാണത്ര ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. നന്നായി പോയി. അയാൾ പറഞ്ഞ വാക്ക് കേട്ടില്ലേ? പച്ചക്ക് സൂചി കുത്തിക്കയറ്റിയിട്ട് ആ കുട്ടി അവിടെ നിന്ന് സങ്കടപ്പെടുന്നു എന്നാ പറയുന്നത്. 7 ദിവസം തന്റെ കുട്ടിയെ അവർക്ക് വിട്ടുകൊടുത്തതിനും താങ്കൾക്ക് യാതൊരു സങ്കടം തോന്നിയില്ല? എന്താ സംഭവം എന്ന് അറിയാത്ത ആളുകൾക്ക് വായിച്ചു തരാം. മഹിഷാസുരനെ വധിച്ച ശേഷം ദേവിയുടെ പടയാളികൾ നടത്തിയ ആനന്ദ നൃത്തത്തിന്റെയും യുദ്ധ വിജയത്തിന്റെയും പ്രതീകമായാണ് ഈ അനുഷ്ഠാനത്തെ കണക്കാക്കുന്നത്. ഇതിൽ പ്രധാനമായും കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത്. കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ 7 ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച് കർശനമായ വ്രതം അനുഷ്ഠിക്കുന്നു. ദിവസവും 3 നേരം കുളിച്ച് ദേവിയെ തൊഴുകയും നമസ്കരിക്കുകയും വേണം. ഉത്സവത്തിന്റെ അവസാന ദിവസം കുട്ടികളുടെ ശരീരത്തിൽ സ്വർണ്ണ നൂലോ വെള്ള നൂലോ കോർക്കുന്ന ചടങ്ങാണിത്. ഇത് ദേവിക്ക് സമർപ്പിക്കുന്ന ബലിയായി സങ്കല്പിക്കപ്പെടുന്നു. ഇടുപ്പിന് ഇരുവശത്തുമാണ് ഈ സൂചി കുത്തിക്കയറ്റുന്നത്. വ്രതമനുഷ്ഠിച്ച കുട്ടികളെ പള്ളിപ്പാലക്കിൽ ഇരുത്തി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെപ്പിക്കുന്നു. ഇതിനുശേഷം ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ കുട്ടികളുടെ ഇടുപ്പിന് ഇരുവശത്തുമുള്ള തൊലിക്ക് പുറത്തുകൂടി മന്ത്രോച്ചാരണങ്ങളോടെ ഈ നൂല് കോർത്തെടുക്കുന്നു. ഈ ആചാരങ്ങൾക്കെതിരെ, കുട്ടികൾക്ക് നേരെയുള്ള ഈ അതിക്രമത്തിനെതിരെ ബാലാവകാശ കമ്മീഷനൊക്കെ ഇടപെടൽ നടത്തി, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെടൽ നടത്തി. പക്ഷെ ഇന്നും ഈ ചടങ്ങ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊന്നും ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇനി ഏറ്റവും രസകരമായ കാര്യങ്ങൾ, മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ എന്തിനാണ് സങ്കടം എന്നുള്ളതാണ് ഇനി കേൾക്കേണ്ടത്. ഈ പച്ച മാംസം ഇതാ നോക്കിക്കോ, ഈ പച്ച മാംസത്തിൽ കുത്തി നിർത്തിയിട്ട് ഇന്ന് എത്ര മണിക്കൂർ, ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് 10 മണിക്ക് ഭക്ഷണം കൊടുത്തതാണ്. ഇതുവരെ ഭക്ഷണം കൊടുത്തിട്ടില്ല. കുട്ടികൾ ആടി വീണ് പോകും. പിന്നെ വേറെ കാര്യം, ചൂരൽ കുത്തെന്ന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ഭടന്മാരെ വന്ന് ദേവി വന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ട് കുത്തി വലം വയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഞാനും ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരനാണ്, അതുകൊണ്ട് പറയാണ് ക്ഷേത്രത്തിൽ വലം വയ്ക്കുമെന്നാണ്. ഇന്ന് ഈ പിള്ളേരെ കുത്തിയത് പോലും, ചൂരൽ കുത്തിയത് പോലും നാലമ്പലത്തിന് വെളിയിൽ നിർത്തിയാണ്, ചുറ്റമ്പലത്തിന് വെളിയിലാണ്. ആളെ വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലമ്പലത്തിന്റെ പുറത്ത് വെച്ചിട്ടാണ് കുട്ടിയുടെ ശരീരത്തിലൂടെ ആ പച്ചക്ക് സൂചി കുത്തി കയറ്റി എന്നുള്ളതാണ്. സൂചി നൂലും കോർക്കുകയാണ്. അതാലോചിക്കണം നിങ്ങൾ കേട്ടോ. ഇയാളൊക്കെ ഞാൻ എന്ത് പറയാനാണ്? ശരിക്കും ആചാരത്തിന്റെ പേരിൽ എന്തിനാണ് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത്? നോർത്ത് ഇന്ത്യയിൽ ഏതോ പള്ളി വിനാരത്തിന്റെ മുകളിൽ നിന്ന് ചെറിയ കുട്ടിയെ താഴോട്ടിട്ട് തുണി വിരിച്ച ആ കുട്ടിയെ എടുക്കുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അത് ഭയങ്കര അനാചാരാണ്, അത് എന്ത് തെമ്മാടിത്തരാണെന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ആളുകൾ. നിങ്ങൾ കൺ തുറന്ന് കാണണം. BJP-ക്കാരെ, കോൺഗ്രസ്സുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കൺ തുറന്ന് കാണ്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഹിന്ദു ആചാരപ്രകാരമാണ് കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ഈ ആചാരങ്ങളൊക്കെ എന്ന് അവസാനിപ്പിക്കണം? ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് കേരളം ഇന്ന് ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നുള്ള ബോധം ഇത് കാണുന്ന ആളുകൾക്ക് വേണം കേട്ടോ. ഇനിയൊരു മാതാവിന്റെ സങ്കടം നിങ്ങൾ കേൾക്കണം. ഇന്ന് സാർ ഇത്രയും നേരമായി, സമയം എനിക്ക് തോന്നുന്നു 7:33. സാർ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം സാർ കണ്ടായിരുന്നു. അത് ഓപ്പൺ ആക്കി വെച്ചു. ഇന്ന് ഈ മാരകമായുള്ള പല അസുഖങ്ങളും അത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ആ വൃത്തിയില്ലാത്ത ഡർട്ടി വാട്ടറുമാണ് കുഞ്ഞുങ്ങളത് കുടിക്കേണ്ടത്. കുട്ടിക്ക് കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തെ കുറിച്ചിട്ട് മാത്രമേ ആദ്യം വ്യാധിയും ഖ്യാതിയും ഒക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിനടിയിൽ ഒരു മുള്ളു കുത്തിയാൽ പോലും എത്ര വിഷമമുണ്ട് നമുക്ക്, അല്ലെ? ആ സമയത്താണ് ശരീരത്തിലൂടെ പച്ചക്ക് സൂചി നൂലും കുത്തിക്കൊടുക്കാൻ ആ അമ്മച്ചി വിട്ടുകൊടുത്തിട്ട് അമ്മച്ചി സങ്കടം പറയുന്നത്. കൊള്ളാം ചേച്ചി. നമുക്ക് 2 വീക്സ് മുന്നേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഫ്രൂട്ടി തരും, അവർ ഇത് തരും, മറ്റു തരും, ഒന്നും വാങ്ങിക്കരുത്, പിള്ളേർ വൃദ്ധത്തിലാണ്, ഒന്നും കൊടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും പിള്ളേർക്ക് വേണ്ടി കരുതണ്ടേ? ബെഡ്ഷീറ്റ് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. നമുക്ക് വാൺ ചെയ്തൂടെ? ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഒരു ബെഡ്ഷീറ്റ്. നിങ്ങൾ പോയിട്ടുള്ള ആളുകള് ആ കാലിൽ വെള്ളത്തോട് കൂടിയാണ് ഇതുവഴി പാസ് ചെയ്യുന്നത്. എന്ത് പറയും ഈ രക്ഷിതാക്കളോടൊക്കെ? എന്ത് പറയും? അന്ധവിശ്വാസം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ വിശ്വാസമായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ബലിയാടാക്കുന്ന ഈ പരിപാടി എന്റെ പൊന്നുമക്കളെ നിർത്ത്, ദയവ് ചെയ്ത് നിർത്ത്. ആ കുട്ടികൾക്ക് ഒരു ഫ്രൂട്ടി വാങ്ങിക്കൊടുത്തില്ല, അറ്റ്ലീസ്റ്റ് ഒരു ചൂടുവെള്ളമെങ്കിലും കൊടുക്കായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇയാൾ. ആ സമയത്ത് സ്വന്തം കുഞ്ഞിന്റെ ശരീരത്തിലൂടെ പച്ചക്ക് സൂചി കുത്തിക്കയറ്റാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ബാലാവകാശ കമ്മീഷനൊക്കെ ഈ ഒരു ഇതിന്റെ പേരും പറഞ്ഞ് മിണ്ടാതിരിക്കുക, പേടിച്ചിരിക്കുക. ബാലാവകാശ കമ്മീഷന് പോലൊന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിന് മാറ്റം വരുത്താൻ ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയില്ലേ? ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയില്ലേ? ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ കുഴപ്പം. മാതാപിതാക്കളുടെ സങ്കടം കുട്ടികൾ നിലത്ത് കിടന്നതും അതേപോലെ തന്നെ അവർക്ക് വെള്ളം ജ്യൂസും കിട്ടിയില്ല എന്നുള്ള കാര്യം മാത്രമാണ്. സ്വന്തം മക്കളെ 7 ദിവസം അങ്ങ് പകർത്തി നൽകിക്കുകയാണ് അമ്പലത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടോ
7-ാം നാൾ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോൾ ശരീരത്തിൽ സൂചി കൊണ്ട് നൂല് കോർത്തിട്ട് വെച്ചിട്ടുണ്ടാവും, ശരീരത്തിൽ പച്ചക്ക്. അതൊന്നും ഒരു കുഴപ്പമില്ല. എത്ര അപകടം പിടിച്ചതാണ് ഈ മതങ്ങളുടെ ഒക്കെ ആചാരങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് പറയാൻ കഴിയുന്നു, വേറെ വല്ല ആളുകൾക്ക് ഇത് പറയാൻ കഴിയുമോ? ഇനിയിപ്പോ ഹിന്ദു ആയതുകൊണ്ട് പറഞ്ഞാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്, ആചാരങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നുള്ളത്. എവിടെയാണോ കോടതികളൊക്കെ? കോടതിയൊക്കെ സ്വമേധ ഇടപെടൽ നടത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിട്ടുകൊടുക്കുക, ശരീരത്തിലൂടെ പച്ചക്ക് സൂചി നൂലും കുത്തിക്കയറ്റ. അവസ്ഥ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് നടക്കുന്നുണ്ട് ഇത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കയറ് പൊട്ടിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥർ അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു പറഞ്ഞ് ബഹളം വെക്കാറുണ്ടല്ലോ. നമ്മുടെ മതത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളുടെ ശരീരത്തിലൂടെ ഈ സൂചിയും നൂലും കുത്തിക്കറക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. വേറെ വല്ല രീതിയിലേക്ക് അത് മാറ്റുകയെങ്കിലും വേണം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത്. മനുഷ്യന്മാരെ എന്തിനാണ് ആ നോവിക്കുന്നത്? ദൈവം മണ്ണിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ കുറെ ആളുകൾ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വേണമെങ്കിൽ കൂടെ കൂടിക്കോളി, സബ് അടിക്കേ ഫോളോ ചെയ്യേ എന്താ ചെയ്തോളെ. സുലാൻ.